എല്ലാ സർവേ ഏജൻസികളും എന്നതുപോലെ ലോക് പോൾ എന്ന് പറയുന്ന ഏജൻസിയും കുറേ ശരിയായ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്, കുറേ തെറ്റായ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക് പോൾ അവർ 2020 അവരുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അവരുടെ ആദ്യ വർഷത്തിൽ നടത്തിയ പ്രവചനം കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഫെബ്രുവരിയിൽ 2021 ഫെബ്രുവരിയിൽ അവർ നടത്തിയ പ്രവചനം 75 മുതൽ 80 സീറ്റുകൾ വരെ നേടി LDF അധികാരത്തിൽ തുടരും എന്നുള്ളതായിരുന്നു. UDFന് 60 മുതൽ 65 വരെ സീറ്റ്, ഒരു ക്ലോസ് ഫൈറ്റിൻ്റെയൊക്കെ സാധ്യത അതിനകത്ത് അവർ നൽകിയിരുന്നു. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ പ്രീപോൾ ഘട്ടത്തിൽ ഒരാൾ പോലും LDF 90 കടന്നു പോകുമെന്ന് പറഞ്ഞിരുന്നില്ല. തുടർഭരണം ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രവചിച്ചിരുന്നുവെങ്കിലും അതൊരു നെക്ക് ടു നെക്ക് പോരാട്ടത്തിനൊടുവിലായിരിക്കും എന്നുള്ള സൂചനയാണ് നൽകിയിരുന്നത്. ഒരു തുടർഭരണം 90 സീറ്റുകൾ നേടി അതിനപ്പുറത്തേക്ക് കടന്ന് 99 എത്തി നിൽക്കും എന്നുള്ള പ്രവചനം ആരും നടത്തിയിരുന്നില്ല. ആ ഘട്ടത്തിലും UDF അധികാരത്തിലേക്ക് മടങ്ങിയെത്തുമെന്ന് പ്രവചിച്ചിരുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല ലോക് പോൾ ഉണ്ടായിരുന്നത്. അവർ 75 മുതൽ 80 സീറ്റുകൾ വരെ LDFന് നേടാൻ സാധിക്കും എന്നുള്ള പ്രവചനം നടത്തി. അപ്പോൾ അതിന് മുകളിലേക്ക്, നല്ല മുകളിലേക്ക് 20 സീറ്റ് വരെ ഒരു വ്യത്യാസം ആ റേഞ്ചിൽ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് നല്ല വ്യത്യാസമാണ്. പക്ഷേ കേരളത്തിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കാൻ അന്നും അവർക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആ 5 വർഷം പിന്നിടുമ്പോൾ ലോക് പോളും കുറേ കൂടി വിപുലമായി ശാസ്ത്രീയമായി ഈ വിശകലനങ്ങൾ നടത്താൻ കഴിവുള്ളവരായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഈ സർവേ ഫലത്തെ അങ്ങനെ അപ്പാടെ തള്ളിക്കളയേണ്ടതില്ല. നമ്മൾ കേരളത്തിൽ നിന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയം പരിശോധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് പുറത്തുള്ള ഒരു ഏജൻസി എത്ര സമഗ്രമായാണ് ആ സർവേ നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാക്കാൻ അവരുടെ ഡാറ്റകൾ പരിശോധിച്ചാൽ മതി. നേരത്തെ ഒരു വീഡിയോയിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ തെക്കൻ കേരളം ഏത്, വടക്കൻ കേരളം ഏത്, മധ്യ കേരളം ഏത് എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ 14 ജില്ലകളെ എങ്ങനെയാണ് അതിനകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ 3 മേഖലകളിലും പൊതുവേ ഇപ്പോൾ വടക്കൻ കേരളം എന്ന് പറയുമ്പോൾ ഏകദേശം മലപ്പുറം വരെ എത്തുന്ന ഭാഗം, പാലക്കാട് ഉൾപ്പെടെ ഉള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുന്നത്, തൃശ്ശൂർ മുതൽ ഈ കോട്ടയം, ഇടുക്കി വരെയുള്ള മേഖലകൾ ഉൾപ്പെടുന്ന മധ്യ കേരളം, അതിനുശേഷം ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെയുള്ള തെക്കൻ കേരളം, അതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. ആ കൺസെപ്റ്റിൽ ഈ 3 മേഖലകളിലും നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് ആഴത്തിൽ കടന്നിറങ്ങാൻ ഈ സർവേക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഓരോ മേഖലയിലും എന്തുകൊണ്ട് മുന്നണികൾക്ക് നേട്ടവും കോട്ടവും സംഭവിക്കുന്നു എന്നുള്ള കാര്യം. ഇപ്പോൾ വടക്കൻ കേരളത്തിൽ കഴിഞ്ഞ തവണത്തെ ആധിപത്യം LDFന് നഷ്ടപ്പെടും എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അവിടെ ന്യൂനപക്ഷത്തിൻ്റെ ഒരു വലിയ പിന്തുണ UDFന് അനുകൂലമായി മാറുന്നു എന്നുള്ളതാണ് എന്ന് ലോക് പോൾ പറയുകയാണ്. മധ്യ കേരളത്തിലേക്ക് എത്തുമ്പോഴും ആ ഘടകം, ഈ ന്യൂനപക്ഷ പിന്തുണ, അതായത് ക്രിസ്ത്യൻ വോട്ടുകൾ, വടക്കൻ കേരളത്തിൽ മുസ്ലിം വോട്ടുകൾ, തെക്കൻ മധ്യ കേരളത്തിലേക്ക് എത്തുമ്പോൾ ക്രിസ്ത്യൻ വോട്ടുകൾ, അത് UDFലേക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി അനുകൂലമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പല സീറ്റുകളും പിടിച്ചെടുക്കാൻ UDFന് സാധിക്കും എന്നുള്ളതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. തെക്കൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ ഈഴവ സമുദായത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഷിഫ്റ്റ് അവർ BJPയിലേക്ക് മെല്ലെ ചായുന്നുണ്ട് എന്നുള്ള ഒരു സൂചന, ആ സൂചന LDFന് ദോഷം ചെയ്യും, അത് UDFന് ഗുണകരമായി മാറും എന്നുള്ളതാണ്. UDFലേക്കല്ല വോട്ട് പോകുന്നതെങ്കിലും LDFിൽ നിന്ന് BJP അടർത്തി മാറ്റുന്ന ആ ഈഴവ വോട്ടുകൾ തെക്കൻ കേരളത്തിൽ കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ പോലെയുള്ള ജില്ലകളിൽ നിർണായക സ്വാധീനം ചെലുത്തും എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 1 സീറ്റ്, കൊല്ലത്ത് ഉണ്ടായിരുന്ന 2 സീറ്റ് എന്നുള്ളത് വർദ്ധിപ്പിക്കാൻ സാധിക്കും. തെക്കൻ കേരളത്തിൽ 35-ൽ 4 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന UDFന് പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ നിന്നായി ഇത്തവണ 17 സീറ്റുകൾ വരെ ചുരുങ്ങിയത് നേടാൻ സാധിക്കുമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ വന്നാൽ അതൊരു വലിയ നേട്ടമായി മാറും എന്നുള്ള സൂചനയാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു പൊതു ട്രെൻഡിനെ ചുരുങ്ങിയ പക്ഷം ആ കേരളത്തിൽ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വെറുതെ ഒരു സർവേ നടത്തി പോവുകയല്ല. 42,000 ആളുകളെ കാണുന്നു, അതിൽ തന്നെ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള 300ഓളം ആളുകളെ കാണാനുള്ള ശ്രമം നടത്തുന്നു. അത്തരം ശ്രമങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയിരിക്കുന്ന ഒരു ദേശീയ തലത്തിൽ നിരന്തരമായി, ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല അവർ നടത്തുന്നത്, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ ഒക്കെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ സർവേ ഫലങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ സമീപകാലത്ത് വളരെ കൃത്യതയോടുകൂടി ഡാറ്റകൾ ശേഖരിക്കുന്നതിൽ എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ദേശീയ തെരഞ്ഞെടുപ്പിലുമൊക്കെ മുന്നിൽ നിന്നിട്ടുള്ള ഏറെക്കുറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഏജൻസി എന്നുള്ള നിലയിൽ ലോക് പോൾ 2021
21 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രവചിച്ചത് LDFിൻ്റെ തുടർഭരണമായിരുന്നുവെങ്കിൽ ഇക്കുറി ആ തുടർഭരണം ഉണ്ടാകില്ല, തെക്ക് മാത്രമേ ആ തുടർച്ചയുണ്ടാകൂ എന്നുള്ള സൂചനയാണ് നൽകുന്നത്. തെക്ക് പിടിച്ചാൽ കേരളം ഭരിക്കാം എന്നതാണ് നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം പരിശോധിക്കുന്നവർക്ക് ബോധ്യമാകുന്ന ഒരു വസ്തുത. തെക്കൻ കേരളത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്ന മുന്നണിയാരോ അവർ കേരളം ഭരിച്ചിട്ടുള്ള പതിവ്. പക്ഷേ ഇക്കുറി ആ പതിവിന് മാറ്റമുണ്ടാകും എന്നാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് സർവേ ഏജൻസിയായ ലോക്പോൾ അവരുടെ പ്രീപോൾ സർവേയിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കണ്ടെത്തൽ. തെക്കൻ കേരളത്തിൽ ആധിപത്യം തുടരുമെങ്കിലും വലിയ മുൻതൂക്കമുണ്ടാകുമെങ്കിലും LDFിന് കേരള ഭരണം നഷ്ടപ്പെടും എന്ന് ലോക്പോൾ പ്രവചിക്കുകയാണ്. UDF 81 മുതൽ 86 സീറ്റുകൾ വരെ നേടി കേരളത്തിൽ അധികാരത്തിലേക്ക് മടങ്ങിയെത്തും എന്നാണ് ലോക്പോളിൻ്റെ പ്രവചനം. LDFിന് 51 മുതൽ 59 വരെ സീറ്റുകൾ മാത്രമേ നേടാനാകൂ എന്ന് അവർ പറയുന്നു. BJPക്ക് 2 സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യത ഈ തെരഞ്ഞെടുപ്പിലുണ്ട് എന്നവർ ചൂണ്ടിക്കാട്ടുകയാണ്. വോട്ട് ശതമാനം പരിശോധിച്ചാൽ 39 മുതൽ 41% വരെ വോട്ട് LDFിന്, 43 മുതൽ 45% വരെ വോട്ട് UDFിന്, BJPക്ക് 13 മുതൽ 15% വരെ. അവർക്ക് ആ ഒരു ശരാശരിയിൽ നിന്ന് മുകളിലേക്ക് പോകാനാകില്ല എന്നുള്ളത്. മറ്റുള്ളവർക്ക് 2 മുതൽ 3% വരെയും. ലോക്പോൾ പൊതുവേ ഈ സർവേ ഡാറ്റകളുടെയൊക്കെ കാര്യത്തിൽ ഒരു വിശ്വാസ്യത പുലർത്തുന്ന ഏജൻസിയാണ്. പക്ഷേ പരാജയപ്പെട്ടു പോയിട്ടുള്ള സർവേകളുണ്ട്. ഇപ്പോൾ ബീഹാറുമായി ബന്ധപ്പെട്ടവർ നടത്തിയ സർവേ പരാജയപ്പെട്ടു. മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട് നടത്തിയതിന് ആ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ കർണാടകയിലും തെലങ്കാനയിലുമൊക്കെ കൃത്യമായ പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ളവരാണ്. എന്തായാലും 42,000 വോട്ടർമാരെ നേരിൽ കണ്ട്, ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ശരാശരി 300 പേരെ നേരിൽ കണ്ട് അവർ നടത്തിയിട്ടുള്ള ഈ സർവേയിൽ നിന്ന് തെക്കൻ കേരളത്തിൽ ആധിപത്യം പുലർത്തുമ്പോഴും LDFിന് ഭരണം നഷ്ടമാകുന്ന സാഹചര്യം കേരളത്തിൻ്റെ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിൽ തെക്ക് പിടിച്ചിട്ടും ഭരണം കിട്ടാതെ പോകുന്ന ഒരവസ്ഥയിലേക്ക് LDF വന്നെത്തിയേക്കും എന്ന സൂചന നൽകുകയാണ്. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഉണ്ടാകുന്ന സർവാധിപത്യമാണ് അതിന് UDFിനെ സഹായിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ഈ മേഖലകൾ തിരിച്ചുള്ള കണക്ക് അവർ നൽകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഭരണമാറ്റത്തിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നത് എന്ന സൂചനയും വിശദമായി തന്നെ ആ സർവേ റിപ്പോർട്ടിൻ്റെ ഭാഗമായി നൽകുന്നുണ്ട്. ഈ 3 മേഖലകളായി തിരിച്ച് അവർ നൽകിയിരിക്കുന്ന കണക്കിൽ ചില അവ്യക്തതകളുണ്ട്. കാരണം ഏതൊക്കെ ജില്ലയാണ് അവർ വടക്കൻ കേരളത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, മധ്യ കേരളത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, തെക്കൻ കേരളത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ അവ്യക്തതയുണ്ട്. പ്രത്യേകിച്ച് മധ്യ കേരളവും തെക്കൻ കേരളവും. ഇപ്പോൾ ആലപ്പുഴ ഈ മധ്യ കേരളത്തിൻ്റെ ഒപ്പമാണോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, തെക്കൻ കേരളത്തിൻ്റെ ഒപ്പമാണോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നത് ആ സീറ്റുകളുടെ റേഞ്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന സംശയം കോട്ടയത്തെ തെക്കിലാണോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, മധ്യ കേരളത്തിലാണോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത്.